ഹലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കിന്ന് ഒരു ടച്ചിങ്സിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. നല്ല 2 ചിൽഡ് ബിയറോ ഒരു പെഗ്ഗോ ഒക്കെ അടിക്കുമ്പോൾ കൂടെ പിടിക്കാൻ പറ്റിയ ഒരു ടച്ചിങ്സിൻ്റെ റെസിപ്പി. ആദ്യമേ തന്നെ പറയട്ടെ, ദിസ് വീഡിയോ ഡസ് നോട്ട് പ്രൊമോട്ട് ആൽക്കഹോൾ കൺസംഷൻ. ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സോ ഗൈസ്, ദിസ് ഇസ് എൻ്റെ ക്രേവിങ്സ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നോക്കാം. വലിയ കാര്യമായിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വന്നതാണ്. അപ്പോഴാണ് അറിഞ്ഞത് ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി തന്നെ. എന്നാലും വീഡിയോ എടുത്തല്ലേ, അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ലപോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ച സവോളയിലേക്ക് ആവശ്യത്തിന് കാന്താരി മുളകും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്നങ്ങ് ഞെരടണം. ഞെരടാൻ പിന്നെ അങ്കമാലിക്കാരെ പണ്ടേ ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് വീഡിയോ എടുക്കാനുള്ള ബിഹൈൻഡ് ദ സ്റ്റോറി ഈ ഞെരടൽ അവസാനിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞുതരാം. ബിരിയാണിക്ക് കൂടെ പിടിക്കാൻ ഒരു സാലഡ് അല്ലല്ല സ്പെഷ്യൽ സാലഡ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി തുടങ്ങിയ സാധനമാണ് ഇത്. ഈ കൈകളുടെ ഉടമയും ഈ റെസിപ്പിയുടെ ഉടമയും വേറെ ആരുമല്ല, എൻ്റെ അച്ചാച്ചനാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിന് പേരിട്ടത് പുള്ളിയുടെ പേര് കൂട്ടിയിട്ടാണ്. യെസ്, ബൈജൂസ് സ്പെഷ്യൽ. ഇതൊരു ലോങ് വീഡിയോ ഒക്കെ ഉള്ള വകുപ്പൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. എന്നാലും എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഒത്തിരി ഫാസ്റ്റാക്കിയപ്പോൾ അത് അത്ര അങ്ങ് സുഖമായില്ല. ഒരു ട്രിപ്പ് ഞെരടൽ കഴിഞ്ഞ് നമുക്കതിലേക്ക് ആവശ്യത്തിന് ചൊറുക്കൊഴിക്കാം കേട്ടോ. ചൊറുക്കൊഴിച്ചിട്ട് ഒരു മത്തങ്ങ മുളക്, ഞങ്ങളുടെ ഇവിടെ ഈ മുളകിനെ മത്തങ്ങ മുളക് എന്ന് പറയാം. നല്ല എരിവുള്ള ഒരു 1.5 മുളകാണ് ഈ ഐറ്റം. അതും കൂടെ എടുത്ത് അങ്ങ് പൊട്ടിച്ച് ഏക്കയും എല്ലാം കൂടെ നല്ല പോലെ അങ്ങ് ഞെരട. ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, പിള്ളേർ ദയവ് ചെയ്ത് ഇത് അനുകരിക്കരുത്. കാരണം പുകഞ്ഞു പോകൂടോ, ആ മുളകിനൊക്കെ അമ്മാരി എരിവാണ്. ഈ ഞെരടി ആ സവോളയുടെയും മുളകിൻ്റെയൊക്കെ പരിപ്പ് അങ്ങ് എടുക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചുമ്മാ പറഞ്ഞു കേട്ടോ ബിയറിനൊക്കെ ഇത് പറ്റുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമല്ല, ചോറിനും ബിരിയാണിക്കും ഒക്കെ സൈഡായിട്ട് പോകുന്ന ഒരു സാലഡ് ടൈപ്പ് സാധനമാണ് ഇത്. പിന്നെ വേറൊരു ഐറ്റത്തിൻ്റെ കൂടെ ഇത് പോവും. അതെന്താണെന്നല്ലേ പറഞ്ഞുതരാം. ഒരു കഷ്ണം ബീഫ് ഈ സവോളയിലങ്ങ് പൊതിഞ്ഞ് കഴിക്കണം. അതാണ് അതിൻ്റെ കോംബോ. അടിപൊളിയാണ്. സോ 2 അടിക്കുന്ന കെട്ടിയവന്മാരൊക്കെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നേ ചുമ്മാ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന സാധനം തന്നെയാണ് നമ്മുടെ ഈ ബൈജൂസ് സ്പെഷ്യൽ എന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ നിങ്ങളെന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. സോ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ട്രസ്റ്റ് മീ ഗൈസ്, യു വിൽ ഡെഫിനറ്റ്ലി ലവ് ദിസ് റെസിപ്പി. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.